ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. നാം ഓരോരുത്തരും 2025 ആണ്ടിൻ്റെ 364 ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെയും വഴി നടത്തിയ വലിയവനായിട്ടുള്ള ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഈ ദിവസവും നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായം അതിൻ്റെ 8 വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ പിശാചിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ എന്നും നമ്മൾ പറയാറുണ്ട്. സാത്താൻ എന്ന പേര് എബ്രായ ഭാഷയിലെ എതിരാളി അല്ലെങ്കിൽ ശത്രു എന്നർത്ഥമുള്ള പദത്തിൽ നിന്നുമാണ് വന്നത്. സാത്താനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 വാക്യത്തിന്റെ ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂസിഫർ എന്നാണ്. അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ് മലയാള പരിഭാഷയിൽ കാണുന്നത്. ഇതുകൂടാതെ പിശാച്, പഴയ പാമ്പ്, മഹാസർപ്പം, ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം, അപവാദി, ഭോഷ്കിന്റെ പിതാവ്, ദുഷ്ടൻ, ബേൽസെബൂൽ, കൊലപാതകി തുടങ്ങിയ പേരുകളും വേദപുസ്തകത്തിൽ കാണാം. അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലും അക്കാലത്ത് എഴുതപ്പെട്ട ഇതര ഗ്രന്ഥങ്ങളിലും സാത്താനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഈ സാത്താൻ ദോഷം പ്രവർത്തിക്കുന്നതിന് മനുഷ്യരെ പ്രേരിപ്പിക്കുമെന്നും മനുഷ്യരുടെ മേൽ കുറ്റം ആരോപിക്കുമെന്നും ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ശലോമോന്റെ ജ്ഞാനം എന്ന ഗ്രന്ഥത്തിൽ സർപ്പവും സാത്താനും ഒന്നു തന്നെയാണെന്നും അവൻ മുഖാന്തരമാണ് ലോകത്തിൽ മരണമുണ്ടാകുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളിൽ സാത്താനെ നശിപ്പിക്കുന്നവൻ അപ്പൊല്ലുവോൻ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ആദിയിൽ ഒരു ദൈവദൂതനായിരുന്നു. അവന്റെ മനോഹാരിതയെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായം 12 മുതലുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ദൈവസൃഷ്ടിയിൽ വെച്ച് ഏറ്റവും മനോഹരനും ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. അവൻ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു വസിച്ചിരുന്നത്. അവന്റെ ശരീരഘടന തന്നെ നവരത്നങ്ങൾ കൊണ്ടുള്ളതായിരുന്നു. ഇങ്ങനെ അനേകം വർണ്ണനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവൻ തന്നെ സൃഷ്ടിച്ച നാൾ മുതൽ തന്നിൽ നീതികേട് കണ്ടതുവരെ നിഷ്കളങ്കൻ ആയിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താനുമായി ബന്ധപ്പെട്ട 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, സാത്താന്റെ അഹങ്കാരം വീഴ്ചയ്ക്ക് കാരണമായി. ദൈവസൃഷ്ടിയിൽ വെച്ച് ഏറെ സവിശേഷതയുള്ളവൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക എന്നതായിരുന്നു അവനെയും അവന്റെ സൈന്യത്തെയും കുറിച്ചുള്ള ദൈവ ഉദ്ദേശം. അതുകൊണ്ടാണ് സ്വതവേ സംഗീതം പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള ശരീരഘടന ദൈവം അവന് നൽകിയിരുന്നത്. എന്നാൽ അവൻ തന്റെ സൃഷ്ടാവായ ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നു, അവൻ അഹങ്കരിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറുമെന്നും തന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കുമെന്നും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഇരുന്നരുളുമെന്നും താൻ അത്യുന്നതനോട് സമനാകുമെന്നും മേഘോന്നതങ്ങൾക്ക് മീതെ കയറുമെന്നും പറഞ്ഞ് നിഗളിച്ചു. ഈ നിഗളവും അഹങ്കാരവും അവൻ വെട്ടേറ്റ് നിലം പതിക്കുവാൻ കാരണമായി തീർന്നു. രണ്ടാമതായിട്ട്, സാത്താൻ ദൈവത്തിന്റെ ശത്രുവും മനുഷ്യരെ വഞ്ചിക്കുന്നവനുമാകുന്നു. സാത്താൻ സൃഷ്ടാവായ ദൈവത്തെ എതിർത്ത് ദൈവസന്നിധിയിൽ നിന്നും വീണതിനാൽ അവൻ ദൈവത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെയാണ് സാത്താൻ ഉണ്ടെന്നും അവൻ തന്റെ സൈന്യവുമായി ലോകത്തിൽ ദൈവത്തിന്റെ എതിരാളിയായി പ്രവർത്തിക്കുന്നുവെന്നും യേശുക്രിസ്തു പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ എതിരാളിയായ പിശാച് ഇപ്പോൾ മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് പോലും അവൻ പ്രലോഭനങ്ങൾ നൽകി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് 1 ലേഖനത്തിൽ 5 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മയും തകർക്കുവാൻ സാത്താൻ തക്കം പാർത്തിരിക്കുന്നുണ്ട്. അവൻ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക വഴി ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അത് സാധ്യമാകുന്നതോ അവനിലുള്ള പരിപൂർണമായ വിശ്വാസത്തിലൂടെയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ക്രമമായ ദൈവവചന വായനയിലൂടെയുമാണ്. ഇങ്ങനെ നമുക്കും സാത്താന്റെ പോരാട്ടങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് നന്ദി. ഈ ദിവസവും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളെ തകർക്കുവാൻ പ്രതിയോഗിയായ പിശാച് ഞങ്ങളെ ചുറ്റുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. സാത്താൻ്റെ സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നതിന് സ്തോത്രം. ദൈവമായ കർത്താവേ, അങ്ങനെ സാത്താൻ്റെ തീയമ്പുകളെ കെടുത്തിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, ജീവിതാന്ത്യം വരെ അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ അങ്ങയുടെ സാക്ഷിയായി നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.